എല്ലാവർക്കും സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സദ്യ സ്പെഷ്യൽ പുളിശ്ശേരി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് വെള്ളരിക്ക വെച്ചാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളതും അതുപോലെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു പുളിശ്ശേരിയാണിത്. ഇത് സദ്യയൊക്കെ തയ്യാറാക്കുമ്പോൾ തലേന്ന് തന്നെ തയ്യാറാക്കുകയാണെങ്കിൽ അതിൻ്റെ പുളിയൊക്കെ നന്നായി പിടിച്ച് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ പുളിശ്ശേരിക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു. അപ്പോൾ നമുക്ക് വെള്ളരിക്ക വെച്ച് എങ്ങനെയാണ് സദ്യ സ്പെഷ്യൽ പുളിശ്ശേരി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഇപ്പോൾ പകുതി വെള്ളരിക്കയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഇതിൻ്റെ സ്കിന്നൊന്ന് റിമൂവ് ചെയ്യണം. അതിനുശേഷം സീഡൊന്ന് മാറ്റിയ ശേഷമാണ് നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ചില സമയത്ത് നമുക്ക് ഈ വെള്ളരിക്ക കഴിക്കുമ്പോൾ ഒരു കയ്പ്പ് രസം ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ വെള്ളരിക്ക എടുക്കരുത്. നല്ല കയ്പ്പൊന്നും ഇല്ലാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള വെള്ളരിക്ക വെച്ചിട്ട് വേണം നമുക്ക് ഈ പുളിശ്ശേരി തയ്യാറാക്കാൻ. ഇതുപോലെ ഒരു പീലർ വെച്ച് നമുക്ക് സ്കിന്നൊക്കെ ഒന്ന് പീൽ ചെയ്ത് കളയാം. അപ്പോൾ എല്ലാ സ്കിന്നും ഒന്ന് റിമൂവ് ചെയ്യട്ടെ. അങ്ങനത്തെ കംപ്ലീറ്റ് സ്കിന്നും പീൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അല്ലാതെ ചെറിയ പീസാക്കരുത്. ഒരു ഇടത്തരം വലുപ്പത്തിൽ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലത്തെ ഈ സീഡൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ സീഡെല്ലാം റിമൂവ് ചെയ്തെടുക്കാം. അതിന് ശേഷമാണ് വെള്ളരിക്ക കഴുകിയെടുക്കുന്നത്. ഓരോ കഷ്ണത്തിൻ്റെ ഇതുപോലെ നടുവിലൊന്ന് കട്ട് ചെയ്ത ശേഷം പിന്നെ ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു തിക്നെസ്സിലാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. അതുപോലെ എല്ലാ വെള്ളരിക്കൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അങ്ങനെ നമ്മുടെ വെള്ളരിക്ക എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വേവിക്കാം. എന്താ ഞാനൊരു മൺചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെള്ളരിക്ക ചേർക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് 4 കട്ട് ചെയ്തിട്ടുള്ളതാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. നമ്മൾ അരയ്ക്കുമ്പോഴും മഞ്ഞൾപ്പൊടി കുറച്ച് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കല്ലുപ്പാണ് ചേർക്കുന്നത്. ഒരു 3/4 ടേബിൾ സ്പൂണാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത ശേഷമാണ് വേവിച്ചെടുക്കേണ്ടത്. അങ്ങനെ വെള്ളവും ചേർത്ത ശേഷം നമുക്കിതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം അടച്ച് വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. വെള്ളരിക്ക വേവുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട അരപ്പൊന്ന് തയ്യാറാക്കാം. അപ്പോൾ അരപ്പിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 6 ടേബിൾ സ്പൂൺ തേങ്ങാപ്പീരയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകമാണ് ചേർക്കുന്നത്. അവിയലിനൊക്കെ അരയ്ക്കുന്ന ജീരകം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. നമ്മൾ നേരത്തെ വേവിക്കുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളകാണ് ചേർക്കുന്നത്. നമ്മൾ ഈ പുളിശ്ശേരി തയ്യാറാക്കുമ്പോൾ കൊച്ചുള്ളിയോ അതുപോലെ തന്നെ വെളുത്തുള്ളിയോ ഒന്നും ചേർക്കാറില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ അതൊന്നും ചേർക്കാതെയാണ് അരച്ചെടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ അരപ്പെല്ലാം നന്നായി അരഞ്ഞ് കിട്ടിയോ നോക്കാം. ഈ ഒരു രീതിയിലാണ് അരച്ചെടുക്കേണ്ടത്. ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ടാണ് ഞാനിപ്പോൾ അരച്ചെടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് കട്ട തൈരാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഫോർക്ക് വെച്ചിട്ട് നന്നായി ഒന്ന് ഉടച്ചെടുക്കാം. അതല്ലെങ്കിൽ മിക്സിയിലൊന്നിട്ട് അടിച്ചെടുത്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ ഫോർക്ക് വെച്ചിട്ട് നന്നായി ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഒരുവിധം പുളിയുള്ള തൈര് വേണം നമുക്ക് ഈ പുളിശ്ശേരി തയ്യാറാക്കാൻ. നല്ല പുളിയുള്ള തൈരും ചേർക്കാൻ പാടില്ല. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പുളി ഒന്ന് ബാലൻസ് ആയി കിട്ടും. ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന തൈരാണെങ്കിൽ പുളിശ്ശേരി ഉണ്ടാക്കുന്ന സമയത്ത് തലേന്ന് തന്നെ പുറത്തെടുത്ത് വെക്കുകയാണെങ്കിൽ അത് നന്നായി ഒന്ന് പുളിച്ച് കിട്ടുന്നതാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഒരു അത്യാവശ്യം പുളിയുള്ള തൈരാണ്. പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കുറച്ച് പുളിയുള്ള തൈര് വെച്ചിട്ട് തന്നെയാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. അങ്ങനെ നല്ല തൈരൊക്കെ നന്നായി കട്ടയൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഒരു ഫോർക്ക് വെച്ചിട്ടാകുമ്പോൾ നന്നായി ഉടഞ്ഞ് തന്നെ കിട്ടുന്നതാണ്. അങ്ങനെ നമ്മുടെ വെള്ളരിക്കയെല്ലാം വെന്ത് കിട്ടിയോ എന്നുള്ളത് നോക്കാം. വെള്ളമൊക്കെ ആവശ്യത്തിന് ഇതിനകത്ത് തന്നെ ഉണ്ട്. വെള്ളരിക്ക വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് മാറുന്നതാണ്. അപ്പോൾ അതൊന്നും കൂടി ഒന്ന് വേവാനുണ്ട്. അപ്പോൾ ഇനി നമുക്കത് തുറന്ന് വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ വെള്ളരിക്കയെല്ലാം നന്നായി വെന്ത് ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർക്കാം. ഇനി നമുക്ക് ഈ അരപ്പൊന്ന് തിളയ്ക്കുന്ന വരെയാണ് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടത്. ഞാൻ അല്പം വെള്ളവും കൂടി ചേർത്ത് മിക്സി ഒന്ന് കഴുകി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർക്കുന്നത്.
ഇനി നമുക്ക് അരപ്പൊന്ന് തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. അരപ്പും വെള്ളരിക്കയും എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ജീരകത്തിൻ്റെയും ഒക്കെ ഒരു മണം മാറുന്ന വരെയാണ് നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടത്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. നമ്മുടെ അരപ്പെല്ലാം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച ശേഷം വേണം നമുക്ക് അടിച്ചു വെച്ചിട്ടുള്ള തൈര് ചേർക്കാൻ. തൈര് ചേർത്ത ശേഷം പിന്നെ തിളപ്പിക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. തൈര് ചേർത്ത ശേഷം പിന്നെ ഉപ്പൊക്കെ കറക്റ്റ് തന്നെ ആണോ എന്നുള്ളതൊന്ന് നോക്കണം. അങ്ങനെ തൈര് ചേർത്ത ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇനി ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം, കാരണം തൈരിലെ പുളിക്കനുസരിച്ചുള്ള ഉപ്പുണ്ടോ എന്നുള്ളത് നോക്കിയ ശേഷം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. തൈര് ചേർത്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതിനകത്ത് തൈരൊക്കെ ചേർത്ത ശേഷം ചെറുതായിട്ടൊരു ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നമ്മളിനി വറുത്തിടുമ്പോൾ ഉലുവ ചേർക്കുന്നുണ്ട്, എന്നാലും ഒരു ഉലുവാപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത ശേഷം അതും ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതെവിടെ ഇങ്ങനെ കുമിള പോലെ ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ വന്നാൽ മതി, കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഉലുവാപ്പൊടിയും ചേർത്ത ശേഷം നമുക്കിത് അടച്ചു വയ്ക്കാം. അങ്ങനെ ഇത് ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്ത ശേഷം ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ വെള്ളരിക്ക പുളിശ്ശേരി നമുക്ക് കടുക് തളിക്കാൻ വേണ്ടി ഞാനൊരു തട്ട്കാപ്പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകാണ് ചേർക്കേണ്ടത്. അങ്ങനെ കടുകെല്ലാം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. പിന്നെ ചേർക്കേണ്ടത് ഒരു 3 വറ്റൽമുളക് 2ആയിട്ട് കട്ട് ചെയ്തത്. പിന്നെ ചേർക്കേണ്ടത് ഒരു തണ്ട് കറിവേപ്പില. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇനി ഒരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർക്കാം. അങ്ങനെ എണ്ണയിൽ കിടന്നിട്ട് മുളക് പൊടി നന്നായി മൂത്ത് വരട്ടെ. ഇതുപോലെ മൂത്ത് വന്നാൽ മതി. ഇനി നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് മാറ്റാം. അങ്ങനെ ഉലുവപ്പൊടിയൊക്കെ ഇട്ട് അടച്ചു വെച്ചിട്ടുള്ള പുളിശ്ശേരിയിലേക്കാണ് നമുക്ക് കടുക് താളിക്കുന്നത് ചേർക്കേണ്ടത്. ഇതിലേക്ക് ചേർത്ത ശേഷം ഒന്ന് ചുറ്റിച്ചിട്ട് ഇതിലേക്ക് തന്നെ ഒഴിക്കാം. കടുക് താളിച്ചത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അങ്ങനത്തെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സ്പെഷ്യൽ പുളിശ്ശേരിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു പുളിശ്ശേരിയാണിത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അങ്ങനെ നമ്മുടെ സദ്യ സ്പെഷ്യൽ പുളിശ്ശേരി ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നിൽക്കുന്നത്. അതായത് ഒരു ഒഴിച്ചുകറിയാണിത്. അങ്ങനെ ഞാനൊരു കറിവേപ്പിലയും വെച്ചൊന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഒഴിച്ചുകറിയാണിത്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്.